Hi everybody, SCC, Contemporary Language Skills for Science, Semester 4. So today in this paper, we are going to discuss the chapter Singularity. Singularity is a beautiful poem written by Mary Howe, an American author, poet. സോ അമേരിക്കൻ പോയറ്റും ഓതറൊക്കെയായ മേരി ഹോ എഴുതിയിട്ടുള്ള ഒരു മനോഹരമായ ഒരു ചെറിയ കവിതയാണ് സിംഗുലാരിറ്റി. ഇനി എന്താണ് ഈ കവിതയിൽ പറഞ്ഞു വയ്ക്കുന്നത്? ചുരുക്കി പറഞ്ഞാൽ സയൻസിൻ്റെ ടച്ച് പിടിച്ചുകൊണ്ട്, സയൻസിൻ്റെ ചില വസ്തുതകൾ പിടിച്ചുകൊണ്ട് യൂണിറ്റിയെക്കുറിച്ചും അതല്ലെങ്കിൽ ബിലോങ്ങിങ്നെസ്സിനെ കുറിച്ചും നമ്മളെല്ലാവരും ഉള്ളത് ഒരു വീട്ടിലാണ്. ഈ വേൾഡ് എന്ന് പറയുന്നത്, ഈ ഭൂമി എന്ന് പറയുന്നത് ഒരൊറ്റ ഹോമാണ്, ഒരൊറ്റ സിംഗിൾ പോയിൻ്റാണ്. അതിൽ നിന്നാണ് നമ്മളൊക്കെ ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ പലപ്പോഴും ലാംഗ്വേജിൻ്റെ പേരിലും ജാതിയുടെ പേരിൽ, മതത്തിൻ്റെ പേരിൽ, സ്റ്റാറ്റസിൻ്റെ പേരിൽ ഒക്കെ ഡിവൈഡ് ചെയ്ത് മനുഷ്യരിൽ തന്നെ ഒത്തിരി ഡിവിഷൻസ് ഉണ്ടായി. നമ്മൾ വിഘടിച്ച് പോയിരിക്കുന്നു, അകന്ന് പോയിരിക്കുന്നു. സോ യൂണിറ്റിയുടെ ഒരു ഇമ്പോർട്ടൻസ് വിളിച്ചു പറയാൻ, ഒന്നാവുക എന്നുള്ളതിൻ്റെ ആ ഒരു ഇമ്പോർട്ടൻസ് വിളിച്ചു പറയാൻ വേണ്ടിയിട്ട് സയൻസിൻ്റെ ആസ്പെക്റ്റോട് കൂടിയിട്ട്, അതായത് ബിഗ് ബാങ് തിയറി പോലെയുള്ള, അല്ലെങ്കിൽ നമ്മളെല്ലാവരും ഉണ്ടായിട്ടുള്ളത് ഒരൊറ്റ സിംഗിൾ പോയിന്റിൽ നിന്നാണ്, നമ്മളെല്ലാവരും ഒന്നാണ് എന്നുള്ള ആ ഒരു സയൻസിൻ്റെ, അല്ലെങ്കിൽ എല്ലാവരിലും ഉള്ളത് ഒരേ ആറ്റമാണ് എന്നൊക്കെ പറയുന്ന ആ ഒരു സയൻസിൻ്റെ ആസ്പെക്റ്റോട് കൂടി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ യൂണിറ്റിയുടെ ഇമ്പോർട്ടൻസ്, ബിലോങ്ങിങ്നെസ്സിൻ്റെ ഇമ്പോർട്ടൻസ് അത് വിളിച്ചു പറയാൻ വേണ്ടിയിട്ട്, അത് എംഫസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് എഴുതിയിട്ടുള്ളൊരു കവിതയാണ് ഈ പറയുന്ന സിംഗുലാരിറ്റി. സോ എന്തൊക്കെയാണ് ഇതിൽ പറഞ്ഞു വെക്കുന്ന കാര്യങ്ങൾ നമുക്ക് നോക്കാം. സോ നൗ ഫസ്റ്റ് ലെറ്റ്സ് ഡിസ്കസ് ദ പോം. ഓക്കെ, നൗ ലെറ്റ്സ് ഡിസ്കസ് ദ പോം സിംഗുലാരിറ്റി. See, the poem talks about the beginning of the universe. അപ്പോൾ ഈ കവിത പറയുന്നത് എന്തിനെക്കുറിച്ചാണ്? യൂണിവേഴ്സിൻ്റെ ബിഗിനിങ്ങിനെ കുറിച്ചിട്ടാണ്. എവറിത്തിങ് സ്റ്റാർട്ടഡ് ഫ്രം വൺ സിംഗിൾ പോയിൻറ്റ്. എല്ലാം തുടങ്ങിയിട്ടുള്ളത് ഒരൊറ്റ സിംഗിൾ പോയിന്റിൽ നിന്നാണ്. അതിനെയാണ് സിംഗുലാരിറ്റി എന്ന് ഈ കവിതയിൽ വിശേഷിപ്പിച്ചിട്ടുള്ളത്. ഇൻ ദ ബിഗിനിങ് എവറിത്തിങ് വാസ് വൺ ആൻഡ് യുണൈറ്റഡ്. പോയറ്റ് പറയുകയാണ്, പ്രപഞ്ചത്തിൻ്റെയൊക്കെ ആരംഭ കാലഘട്ടത്തിൽ, തുടക്കത്തിൽ എല്ലാം ഒന്നായിരുന്നു, യുണൈറ്റഡ് ആയിരുന്നു. പിന്നീടാണ് വിഘടിച്ച് പോയതെന്ന് പറയുകയാണ്. ദർ വാസ് നോ പോവേർട്ടി, ഡിസീസ് ഓർ ലോൺലിനെസ്. ഇവിടെ പോവേർട്ടി എന്നോ ഡിസീസ് എന്നോ ലോൺലിനെസ് എന്നോ ഒന്നുമില്ലായിരുന്നു. പീപ്പിൾ വേർ നോട്ട് ഡിവൈഡഡ് ബൈ ലാംഗ്വേജ് ഓർ മണി. പൈസ കൊണ്ടോ അതല്ലെങ്കിൽ ഭാഷ കൊണ്ടോ ഒന്നും ആൾക്കാരിൽ വിഭജനങ്ങൾ ഉണ്ടായിട്ടില്ലായിരുന്നു. ഓൾ ഹ്യൂമൻസ് കെയിം ഫ്രം ദ സെയിം ആറ്റംസ്. എല്ലാ മനുഷ്യരും വന്നിട്ടുള്ളത് ഒരൊറ്റ ആറ്റത്തിൽ നിന്നാണ് എന്ന് പറയുകയാണ്. ഹ്യൂമൻസ് ആൻഡ് നേച്ചർ ആർ കണക്റ്റഡ്. അപ്പോൾ പ്രകൃതിയും അതുപോലെ തന്നെ മനുഷ്യരും തമ്മിൽ എന്താണ്? കണക്റ്റഡ് ആണ്. ദ പോയറ്റ് സേയ്സ് വി ഹാവ് ഫോർഗട്ടൺ ദിസ് യൂണിറ്റി. പോയറ്റ് പറയുകയാണ്, നമ്മൾ ഈ ഒരു യൂണിറ്റി മറന്നിരിക്കുന്നു. ആനിമൽസ് ആൻഡ് നേച്ചർ ആൾസോ ഹാവ് ഫീലിങ്സ്. ആനിമൽസിനും നേച്ചറിനും ഒരു ഫീലിംഗ് ഉണ്ട്, തമ്മിലിടയിൽ ഒരു കണക്ഷൻ ഉണ്ട് എന്ന് പറയുകയാണ്. ആനിമൽസ് ആൻഡ് നേച്ചർ ഹാവ് ആൾസോ ഫീലിങ്സ്. അവർക്കും എന്തുണ്ട്? ഫീലിങ്സ് ഉണ്ട്, മനുഷ്യർക്ക് മാത്രമല്ല. ഹ്യൂമൻസ് കനോട്ട് ഫുള്ളി അണ്ടർസ്റ്റാൻഡ് നേച്ചേഴ്സ് ഫീലിംഗ്. അപ്പോൾ മനുഷ്യർക്ക് പക്ഷേ ഈ പ്രകൃതിയുടെ ഫീലിങ്സ് കംപ്ലീറ്റ്ലി അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട്, മനസ്സിലാക്കാനായിട്ട് പറ്റിയിട്ടില്ല എന്ന് പോയിട്ട് പറയുകയാണ്. ദ പോം വിഷസ് ദാറ്റ് വി കുഡ് വേക്ക് അപ്പ് ആൻഡ് റിമെമ്പർ അവർ ഒറിജിനൽ വൺനെസ്. അപ്പോൾ ഈ കവിതയിൽ പോയിട്ട് ആഗ്രഹിക്കുന്നത് നമ്മളോടെല്ലാവരും ഒരു ഉണരാൻ വേണ്ടിയിട്ട് പറയുകയാണ്. ആൻഡ് പ്ലീസ് ഗോ ബാക്ക് ടു ദാറ്റ് വൺനെസ്. ആ ഒരു ഒറിജിനൽ വൺനെസ് ഉണ്ടല്ലോ, ആ ഒരു യൂണിറ്റി ഉണ്ടല്ലോ, അതിലേക്ക് മടങ്ങി പോകാനായിട്ട് പറയുകയാണ്. ബിഫോർ ദ യൂണിവേഴ്സ് ബിഗാൻ ദർ വാസ് നോ ഐ ഓർ വി. അപ്പോൾ ഈ പ്രപഞ്ചം തുടങ്ങുന്നതിന് മുമ്പ് ഐ എന്നോ വി എന്നോ, അതായത് ഞാനെന്നോ നമ്മളെന്നോ അങ്ങനെ ഒന്നുമില്ലായിരുന്നു. ദർ വാസ് നോ വേർഡ്സ്, വാക്കുകളേ ഇല്ലായിരുന്നു. ഓൺലി എ ടൈനി പോയിൻറ്റ് ഫുൾ ഓഫ് എനർജി. ഒരു ചെറിയ പോയിൻ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഫുൾ എനർജിയിലുള്ളൊരു ചെറിയൊരു പോയിൻ്റ്. ആ പോയിന്റിൽ നിന്നാണ് പിന്നീട് ഈ പ്രപഞ്ചം മൊത്തം ഉണ്ടായിട്ടുള്ളത് എന്ന് പറയുകയാണ്. എവറിത്തിങ് വാസ് വൺ ഹോം. എല്ലാവർക്കും ഒരൊറ്റ വീടായിരുന്നു ഉണ്ടായിരുന്നത്. ദ പോം ടീച്ചേഴ്സ് അസ് അബൌട്ട് ദ യൂണിറ്റി ആൻഡ് ടുഗദർനെസ്. ഈ കവിത നമ്മളോട് പറയുന്നത് സയൻസിൻ്റെ ആസ്പെക്റ്റ് ഉണ്ട് എങ്കിൽ പോലും എല്ലാം ഒരൊറ്റ പോയിന്റിൽ നിന്ന്, ഈ ബിഗ് ബാങ് തിയറി എന്നൊക്കെ പറയും, പ്രപഞ്ചം ഉണ്ടായിട്ടുള്ളത് ഒരൊറ്റ പോയിന്റിൽ നിന്നും അങ്ങനെ ഉണ്ടായതാണ് എന്ന് പറയുമെങ്കിൽ കൂടി ഈ കവിതയിൽ പറയുന്നത് യൂണിറ്റിയെക്കുറിച്ച്. നമ്മളിപ്പോൾ മതത്തിൻ്റെ പേരിൽ, ജാതിയുടെ പേരിൽ, ലാംഗ്വേജിൻ്റെ പേരിൽ, സ്റ്റാറ്റസിൻ്റെ പേരിലൊക്കെ വിഘടിച്ച് പോയി, ഡിവൈഡ് ചെയ്ത് പോയി. അത് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് കവി. നമ്മളെല്ലാം വന്നത് ഒരു പോയിന്റിൽ നിന്നാണ്. സോ നമ്മളെല്ലാവരും ഒരു യൂണിറ്റി, ഐക്യം, സ്നേഹം, സാഹോദര്യം, പ്രകൃതിയോടുള്ള ഇഷ്ടം, ഇതൊക്കെ വേണം എന്ന് ഓർമ്മിപ്പിക്കുന്ന ഒരു കവിതയാണ് സിംഗുലാരിറ്റി.
ഇനി ഇതിൻ്റെ തീംസിലേക്ക് പോകാം. യൂണിറ്റി അതല്ലെങ്കിൽ വൺനെസ്. എവറിത്തിങ് ഇൻ ദ യൂണിവേഴ്സ് കെയിം ഫ്രം വൺ സിംഗിൾ പോയിൻറ്റ്. ഇപ്പോൾ ഇവിടെ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാതും വന്നിരിക്കുന്നത് ഒരു സിംഗിൾ പോയിന്റിൽ നിന്നാണ്. ഓൾ ലൈഫ് ഈസ് കണക്റ്റഡ് എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ രണ്ടാമത്തെ ഒരു തീം ഇൻ്റർ കണക്റ്റഡ്നെസ് ഓഫ് ലൈഫ്. ഹ്യൂമൻസ്, ആനിമൽസ്, നേച്ചർ ആൻഡ് ദ യൂണിവേഴ്സ് ആർ ഡീപ്ലി കണക്റ്റഡ്. ഈ പ്രപഞ്ചത്തിൽ മനുഷ്യരും മൃഗങ്ങളും പ്രകൃതിയും ഒക്കെ തമ്മിൽ ഒരു ഇൻ്റർ കണക്റ്റഡ്നെസ് ഉണ്ട്, അതല്ലെങ്കിൽ ഒരു എവിടെയൊക്കെയോ ഒരു സിങ്ക് ഉണ്ട് എന്ന് പറയുന്ന ഒരു തീം ഇതിൽ പറയുന്നു. ദെൻ ഒറിജിൻ ഓഫ് ദി യൂണിവേഴ്സ്, അതായത് ബിഗ് ബാങ് അതല്ലെങ്കിൽ സിംഗുലാരിറ്റി. ദ പോം റിഫ്ലെക്ട്സ് ഓൺ ദ സയൻറ്റിഫിക് ഐഡിയ ദാറ്റ് എവറിത്തിങ് ബിഗാൻ ഫ്രം വൺ ടൈനി പോയിൻറ്റ്. അപ്പോൾ അത് ബേസ് ചെയ്തിട്ടാണ് ഇത് ആക്ച്വലി കവിത ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അതായത് ബിഗ് ബാങ് തിയറി അതല്ലെങ്കിൽ സിംഗുലാരിറ്റി എന്ന് പറയുന്ന എല്ലാം തുടങ്ങിയിട്ടുള്ളത് ഒരൊറ്റ ആറ്റത്തിൽ നിന്നാണ്, അല്ലെങ്കിൽ ഒരൊറ്റ പോയിന്റിൽ നിന്നാണ്, ചെറിയൊരു പോയിന്റിൽ നിന്നാണ് ഈ പ്രപഞ്ചം മുഴുവനും ഉണ്ടായിട്ടുള്ളത് എന്ന് പറയുന്ന ഒരു പ്രപഞ്ച സത്യം. അപ്പോൾ അതിൽ നിന്നും ഡെവലപ്പ് ചെയ്തിട്ടാണ് ഈ ഒരു യൂണിറ്റിയിലേക്കും വൺനെസ് എന്ന് പറയുന്നതിലേക്കും ഒക്കെ പോയിട്ട് നമ്മൾ കൊണ്ടുവരുന്നത്. ദെൻ ഹ്യൂമൻ സെപ്പറേഷൻ ആൻഡ് ലോൺലിനെസ്. Modern life has created a division, loneliness and a distance between people. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആധുനിക ജീവിതത്തിൽ മനുഷ്യരെന്ന് പറയുന്നതിൽ അവർ കുറേയധികം ഡിവിഷൻ നേരിടുന്നുണ്ട്, ലോൺലിനെസ് നേരിടുന്നുണ്ട്, അതുപോലെ തന്നെ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പീപ്പിൾ. അപ്പോൾ ആൾക്കാർ ഇപ്പോൾ വിഘടിച്ച് കഴിയുകയാണ്, അകന്ന് കഴിയുകയാണ്. ആ ഒരു യൂണിറ്റി, പണ്ടത്തെ ഒരു യൂണിറ്റി, ഐക്യമൊന്നും ഇല്ല. അപ്പോൾ അതിൻ്റെ ഒരു ക്രിറ്റിസിസം കൂടി ഈ ഒരു കവിതയിൽ പറയുന്നുണ്ട്. ക്രിറ്റിസിസം ഓഫ് ഹ്യൂമൻ ഈഗോ, അതോടൊപ്പം തന്നെ ഹ്യൂമൻ ഈഗോയുടെ ക്രിറ്റിസിസം. അതായത് ദ പോം ക്വസ്റ്റ്യൻസ് ഹ്യൂമൻ പ്രൈഡ് ആൻഡ് സെൽഫ് ഇമ്പോർട്ടൻസ്. എന്തുകൊണ്ടാണ് ആൾക്കാർ ഇങ്ങനെ വിഘടിച്ച് പോകുന്നത്? ലാംഗ്വേജിൻ്റെയും മതത്തിൻ്റെയും ജാതിയുടെയും സ്റ്റാറ്റസിൻ്റെയും ഒക്കെ പേരിൽ അത് അവരുടെ ഈഗോ ആണ്. ദ പോം ക്വസ്റ്റ്യൻസ് ഹ്യൂമൻ പ്രൈഡ് ആൻഡ് സെൽഫ് ഇമ്പോർട്ടൻസ്. അപ്പോൾ മനുഷ്യരുടെ ഈ ഒരു ഹ്യൂമൻ പ്രൈഡും സെൽഫ് ഇമ്പോർട്ടൻസിനെയൊക്കെ ചോദ്യം ചെയ്യുകയാണ് ഈ കവിതയിൽ. ദെൻ ലോസ് ഓഫ് ഹാർമണി. നേരത്തെ പറഞ്ഞതുപോലെ ഹ്യൂമൻസ് ഹാവ് മൂവ്ഡ് അവേ ഫ്രം ദ ഒറിജിനൽ യൂണിറ്റി ആൻഡ് ഹാർമണി ഓഫ് എക്സിസ്റ്റൻസ്. ആ ഒരു സർവ്വസാഹോദര്യം, ആ ഒരു യൂണിറ്റി, അതൊക്കെ നഷ്ടപ്പെട്ടിരിക്കുന്നു. സോ ദ ലോസ് ഓഫ് ഹാർമണി. അപ്പോൾ മനുഷ്യരുടെ ഇടയിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ രീതിയിലുള്ള ഒരു ഐക്യം, ആ ഒരു ഒന്നാവുക എന്ന് പറയുന്ന ആ ഒരു സംഭവം, അതിപ്പോൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതിനെക്കുറിച്ച് ഈ കവിതയിൽ പരാമർശിക്കുന്നു. ദ നേച്ചർ ആൻഡ് ആനിമൽ സെൻസിറ്റിവിറ്റി. Animals and nature also have feelings and experiences that humans cannot fully understand. അതായത് ആനിമൽസിനും അതുപോലെ തന്നെ നേച്ചറിനും ഒക്കെ മനുഷ്യർക്ക് ഉണ്ടാകുന്നത് പോലെ തന്നെ ഫീലിങ്സ് ഉണ്ട്. അപ്പോൾ അവരെ കൂടെ പരിഗണിക്കുകയാണ് ഈ കവിതയിൽ പോയിട്ട്. പക്ഷെ അത് മനസ്സിലാക്കാനായിട്ട് പലപ്പോഴും മനുഷ്യർക്ക് പറ്റുന്നില്ല എന്ന് പറയുകയാണ്. സെർച്ച് ഓഫ് ഹോൾനെസ്. The poem expresses a desire to return to the original state of unity and completeness. അതായത് നമ്മൾ എവിടെ നിന്ന് വന്നോ അങ്ങോട്ട് തന്നെ, ആ ഒരു യൂണിറ്റിയിലേക്ക് തന്നെ മടങ്ങിപ്പോവാൻ, അങ്ങോട്ട് തന്നെ പോകാൻ, അതല്ലെങ്കിൽ അത് തിരയാൻ, അത് കണ്ടുപിടിക്കാൻ, അത് എക്സ്പ്ലോർ ചെയ്യാൻ പോയിട്ട് നമ്മളോട് പറയുകയാണ്. ഹോം ഓർ ബിലോങ്ങിങ്. ദി യൂണിവേഴ്സ് ആൻഡ് എർത്ത് ആർ ഡിസ്ക്രൈബ്ഡ് ആസ് വൺ കോമൺ ഹോം ഫോർ ഓൾ. ഇതിനൊക്കെ പുറമെ ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് ഒരൊറ്റ വീടാണ്, നമ്മളെല്ലാവരും ഒന്നാണ് എന്ന് പറയുന്ന ആ ഒരു ഹോം, ആ ഒരു ബിലോങ്ങിങ്നെസ് എന്ന് പറയുന്ന ആ ഒരു വലിയ തീം കൂടി ഈ ഒരു കവിതയിൽ പ്രകടിപ്പിക്കുന്നുണ്ട്. സോ സ്റ്റുഡൻസ്, ഇൻ ഷോർട്ട്, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒത്തിരി തീംസുകൾ, അത് ഹോം, ബിലോങ്ങിങ്നെസ്, അതേപോലെ തന്നെ യൂണിറ്റി, ഹാർമണി ഓഫ് ലൈഫ്, അങ്ങനെ കുറേയധികം കാര്യങ്ങൾ, കുറേയധികം തീമുകൾ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാവരും വന്നിരിക്കുന്നത് ഒരൊറ്റ സ്ഥലത്തു നിന്നാണ്, ഒരൊറ്റ ആറ്റത്തിൽ നിന്നാണ്, ഒരൊറ്റ ടൈനി സിംഗിൾ പോയിന്റിൽ നിന്നാണ് നമ്മളെല്ലാവരും ഉണ്ടായിട്ടുള്ളത്. പിന്നെ എന്തിനാണ് ഇങ്ങനെ വിഘടിച്ച് അകന്ന് പോകുന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വളരെ മനോഹരമായ രീതിയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സയൻസിൻ്റെ ആസ്പെക്റ്റോട് കൂടിയിട്ട്, സയൻസിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ട്, അതല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു വസ്തുതയോട് കൂടിയിട്ട് നമ്മളെല്ലാവരും ഒന്നാണ് എന്നുള്ള ഒരു തീമിലേക്ക് എത്തിക്കുന്ന മനോഹരമായ ഒരു കവിത, അതാണ് സിംഗുലാരിറ്റി. So students, hope you understood. Anyway, by all, thank you.